ഫൊസിബോട്ട് എന്ന കമ്പനിയുടെ ഫൊസിബോട്ട് F1095 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൊസിബോട്ട് F1095 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. MIL STD 810H സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത് ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ IP68, IP69 K റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ച IP റേറ്റിംഗും വരുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 10600 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. ഇവൻ നമ്മൾ 6000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഇതിൽ 10600 mAh ബാറ്ററി ഒക്കെ വരുന്നത്. വളരെ മികച്ച ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 8 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 24 GB റാമൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മെയിൻ ഡിസ്പ്ലേക്ക് പുറമെ ഈ ഒരു ഫോണിൽ ബാക്കിൽ രണ്ടാമത് ചെറിയൊരു ഡിസ്പ്ലേയും കൂടി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന 1.32 ഇഞ്ചിൻ്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്യുവൽ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ക്യാമറ വ്യൂ ഫൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിൽ കാണിക്കും, കോൾ വരുന്നതൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അതും. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.745 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു ഫോൺ ഓഫറിൽ തന്നെ 12700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പഞ്ചോൾ ഡിസൈനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെങ്കിലും ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ അല്ല. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 385 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം ബാറ്ററി കപ്പാസിറ്റി ഇത്രയും കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടുന്നതായിരിക്കും. എന്തായാലും സാധാരണ ഫോണുകളേക്കാളൊക്കെ ഡബിൾ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിക്നെസ്സും 18.5 mm വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫോണുകളേക്കാളൊക്കെ ഡബിൾ തിക്നെസ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, MediaTek Dimensity 6300+ എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 5 MP മാക്രോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത് $151.99 ആണ്. അതായത് 12700 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഒറിജിനൽ പ്രൈസിംഗ് അത്രയല്ല. ഒറിജിനൽ പ്രൈസിംഗ് വരുന്നത് $269.99 ആണ്. അതായത് 22,600 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഓഫർ പ്രൈസിംഗിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. തിരക്കേടില്ലാത്ത പ്രോസസ്സറും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്നാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഫ്രണ്ടിൽ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ഇനി 22,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം, ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. അതുപോലെ തന്നെ പ്രോസസ്സറും അത്ര മികച്ചതല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ബാറ്ററി സെറ്റപ്പ് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇത്ര പോരാ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്, എന്നാൽ ചില ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു IP റേറ്റിംഗ്, അതുപോലെ തന്നെ വളരെ കൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി, ഇതൊക്കെ നോക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും എന്നൊക്കെ പറയാവുന്ന, പക്ഷേ കുറേ നെഗറ്റീവ്സും വരുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ളൊരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സർ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല, അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടുന്നുണ്ട്. അപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.